ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. നമ്മുടെ ശരീരഭാരം കുറയ്ക്കുന്നതിനും അതേപോലെ നമ്മുടെ മെറ്റബോളിസത്തിൽ വ്യത്യാസം വരുത്തുന്നതിനും പലതരത്തിലുള്ള ക്രോണിക് രോഗങ്ങളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനും വേണ്ടി ഫാസ്റ്റിംഗ് ചെയ്യുന്ന, ഉപവാസം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പലതരത്തിലുള്ള ഫാസ്റ്റിങ്ങുകൾ ചെയ്യാറുമുണ്ട്. ഞാൻ തന്നെ പലതും വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ചെയ്യുന്ന ഡ്രൈ ഫാസ്റ്റിംഗ്, ഇപ്പോൾ മുസ്ലിം സഹോദരങ്ങൾ എടുക്കുന്ന നോമ്പില്ലേ, അത് ഡ്രൈ ഫാസ്റ്റിംഗ് ആണ്. അതല്ലാതെ വെള്ളം കുടിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് വെറ്റ് ഫാസ്റ്റിംഗ്. നമ്മൾ വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡുണ്ട്. അതല്ലാതെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, ഞാൻ തന്നെ ഇതിനു മുമ്പ് 2 വീഡിയോ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ഒരുപാട് പേര് എന്നോട് ചോദിച്ച ഒരു സംശയമാണ്, ഈ വാട്ടർ ഫാസ്റ്റിംഗ് എന്താണ്, ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന്. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് പല തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. മലയാളികൾ തന്നെ പലരും വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യാറുമുണ്ട്. ചിലർക്ക് അതുകൊണ്ട് ചില അപകടങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാട്ടർ ഫാസ്റ്റിംഗ് എന്താണെന്നും എങ്ങനെയാണ് വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യേണ്ടതെന്നും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്നും ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സൈഡ് എഫക്റ്റുകൾ എന്തെല്ലാമാണെന്നും വിശദീകരിക്കാം. വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട്, അതായത് വേറെ ഒന്നും കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജീവിത രീതി. അതായത് നമ്മൾ മറ്റൊന്നും, കാരണം ജ്യൂസോ അല്ലെങ്കിൽ കോളകളോ അല്ലെങ്കിൽ കാപ്പിയോ ചായയോ ഒന്നും തന്നെ കുടിക്കാതെ 0 കാലറി, അതായത് നിങ്ങൾക്കറിയാം വെള്ളത്തിനകത്ത് ഊർജ്ജമില്ല, 0 കാലറിയാണ്. 0 കാലറിയുള്ള വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഉപവാസ രീതിയാണ് നമ്മൾ വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പലരും പറയാറുണ്ട് ഇത് നമ്മൾ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട്, ചിലർ പറയാറുണ്ട് 24 മണിക്കൂർ ചെയ്യാം, ചിലർ പറയും 48 മണിക്കൂർ, ചിലർ 8 ദിവസം വരെ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യാമെന്നും അവകാശപ്പെടുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ വാട്ടർ ഫാസ്റ്റിങ്ങിനെ പറ്റി ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ളത്. നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് 24 മണിക്കൂർ ഉള്ള വാട്ടർ ഫാസ്റ്റിംഗ്, ഈ ഒരു രീതിയാണ് നല്ലത്. ചിലർ ചോദിക്കുന്നത് എത്ര ദിവസം ഇടവിട്ട് ഫാസ്റ്റിംഗ് ചെയ്യണം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 24 മണിക്കൂർ, ഇപ്പം ഫാസ്റ്റിംഗ് ചെയ്ത് തുടങ്ങുന്നവരൊക്കെ ആണെങ്കിൽ 24 മണിക്കൂർ ചെയ്യാം, വേണമെങ്കിൽ 48 മണിക്കൂർ വരെ ചെയ്യാം. പതിവായിട്ട് വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്ക് പരമാവധി 72 മണിക്കൂർ, 3 ദിവസം വരെയും വാട്ടർ ഫാസ്റ്റിങ്ങിൽ പോകാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, മറ്റു രോഗങ്ങളില്ലെങ്കിൽ. എങ്കിലും ആരോഗ്യകരം 24 മണിക്കൂറുള്ള ഫാസ്റ്റിംഗ് തന്നെയാണ്. എത്ര ദിവസം കൂടുമ്പോൾ ഈ ഫാസ്റ്റിംഗ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്ക് 21 ദിവസം കൂടുമ്പോൾ, അതായത് ഒരു 3 ആഴ്ച കൂടുമ്പോൾ 1 ദിവസം വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യാം. അതല്ലെങ്കിൽ 1 മാസം കൂടുമ്പോൾ 1 ദിവസം വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യാം. ഇതിൻ്റെ ആവശ്യമേ ആക്ച്വലി നമ്മുടെ ശരീരത്തിനുള്ളൂ. വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനകത്ത് സംഭവിക്കുന്ന എന്താണെന്ന് വിശദീകരിക്കാം. നമ്മൾ വെള്ളം മാത്രം കുടിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ഭക്ഷണത്തിലൂടെ കിട്ടുന്ന ഊർജ്ജം ശരീരത്തിൽ എത്താതിരിക്കുകയും ശരീരം നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഊർജ്ജത്തിനെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും. ആ ഒരു മെത്തേഡിലാണ് പോകുന്നത്. നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഊർജ്ജത്തിനെ നമ്മുടെ ശരീരം, പ്രത്യേകിച്ച് കൊഴുപ്പിനെയൊക്കെ എടുത്ത് കത്തിക്കുമ്പോൾ എത്ര അളവ് കൊഴുപ്പാണോ കത്തിക്കപ്പെടുന്നത് അത്ര അളവ് തന്നെ വെള്ളം, ജലാംശം ശരീരത്തിന് ഇത് കത്തിക്കുന്നതിന് ആവശ്യമായിട്ട് വരാറുണ്ട്. സാധാരണ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ഈ വെള്ളമാണ് ഇതിനകത്ത് ഈ ഊർജ്ജമായിട്ട് കത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾ ഡ്രൈ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ, അതായത് വെള്ളം പോലും കുടിക്കാതെ, ഇപ്പോൾ മുസ്ലിംസ് എല്ലാം നോമ്പ് സമയത്ത് ചെയ്യുന്ന ഉപവാസമില്ലേ, അത് ഡ്രൈ ഫാസ്റ്റിംഗ് ആണ്. ഡ്രൈ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മസിലുകളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളം എടുത്തിട്ട് നമ്മുടെ ശരീരം ഊർജ്ജമായിട്ട് ഉപയോഗിക്കും. എന്നാൽ വാട്ടർ ഫാസ്റ്റിങ്ങിൽ നമ്മൾ കുടിക്കുന്ന വെള്ളമാണ് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമ്മുടെ ശരീരം ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു 24 hours ഫാസ്റ്റിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാസ്റ്റിങ്ങിന് മുൻപ് ലളിതമായിട്ടുള്ള, വളരെ ലൈറ്റായിട്ടുള്ള ഭക്ഷണം കഴിച്ച് അവസാനിപ്പിക്കുകയും അതിനുശേഷം 24 മണിക്കൂറുള്ള സമയത്ത് 3 ലിറ്റർ വെള്ളം നമ്മൾ ഇടവിട്ട് കുടിച്ചുകൊണ്ട് മറ്റു ഭക്ഷണമൊന്നും കഴിക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇത് ആണ് നമ്മുടെ സാധാരണഗതിയിൽ എടുക്കുന്ന ഈ വാട്ടർ ഫാസ്റ്റിങ്ങിൽ ചെയ്യേണ്ടത്. വാട്ടർ ഫാസ്റ്റിംഗ് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ, പലരും ആദ്യമായിട്ടൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ അറിയാമല്ലോ, വിശന്ന് വലഞ്ഞിട്ട് എങ്ങനെയും ഭക്ഷണം കഴിക്കണം. അവസാനത്തെ മണിക്കൂറൊക്കെ ആകുമ്പോൾ പലതരത്തിലുള്ള ഭക്ഷണങ്ങളായിരിക്കും നമ്മുടെ മനസ്സിലൂടെ എപ്പോഴും ഓടുന്നത്. അങ്ങനെ ചെയ്യാതെ, ഇത്തരത്തിൽ ഫാസ്റ്റിംഗ് നിർത്തുമ്പോൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി ചെയ്യാതെ ഫാസ്റ്റിംഗ് കട്ട് ചെയ്യുന്നത്, ഒന്നുകിൽ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫ്രൂട്ട് ജ്യൂസോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ കഴിച്ചുകൊണ്ട് വാട്ടർ ഫാസ്റ്റിംഗ് കട്ട് ചെയ്യാം. വാട്ടർ ഫാസ്റ്റിംഗ് കഴിഞ്ഞ് നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷം ഒരു 3-4 മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സാധാരണയായിട്ടുള്ള, നിങ്ങൾ എല്ലാ ദിവസവും കഴിക്കുന്ന ഭക്ഷണം കഴിക്കാം. ഈ ഒരു രീതിക്കാണ് വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യേണ്ടത്. ഇനി വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. ഒന്നാമത്തത്, നിങ്ങളുടെ ശരീരത്തിൽ ഓട്ടോഫാജി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൂടുതലായിട്ട് നടക്കാൻ തുടങ്ങും. അതായത് നിങ്ങൾക്കറിയാം, നമ്മുടെ ശരീരത്തിൽ കോശങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കോശങ്ങൾക്കൊരു കാലാവധിയുണ്ട്. ആ കാലാവധി കഴിഞ്ഞാൽ ഈ കോശങ്ങൾ നശിച്ചു പോവുകയും പുതിയ കോശങ്ങൾ ഉണ്ടാകുകയും ചെയ്യണം.
എന്നാൽ പലപ്പോഴും നമ്മുടെ ഈ ഒരു പ്രോസസ്സ്, അതായത് ഈ പുതിയ കോശങ്ങൾ ഉണ്ടായി പഴയ കോശങ്ങൾ നശിച്ചു പോകാത്തതാണ് നമുക്ക് ഈ ജരാനരകൾ പോലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് നമ്മുടെ ശരീരത്തിന് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത്. ഈ ഒരു പ്രോസസ്സ്, അതായത് പഴയ കോശങ്ങൾ നശിച്ച് പുതിയ കോശങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നതിന് വാട്ടർ ഫാസ്റ്റിംഗ് സഹായിക്കുമെന്ന് പഠനങ്ങൾ കണ്ടിട്ടുള്ളത്. ഇതാണ് നമ്മൾ സാധാരണ ഓട്ടോഫാജി എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതിന് നമുക്ക് വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് നല്ലതാണെന്ന് കണ്ടിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഗുണം, നമ്മുടെ ശരീരത്തിൻ്റെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യും. നിങ്ങൾക്കറിയാം, ഇന്ന് ടൈപ്പ് 2 പ്രമേഹ രോഗം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ മോളിക്യൂളിന് ശരീരത്തിലേക്ക് എത്തുന്ന പഞ്ചസാരയെ തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നതാണ്. നമ്മൾ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ഈ ഇൻസുലിൻ്റെ മെറ്റബോളിസം വർദ്ധിക്കുകയും ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി വർദ്ധിക്കുകയും അതിന് ഷുഗർ മെറ്റബോളിസം തിരിച്ചറിയാനുള്ള കഴിവ് കിട്ടുകയും ചെയ്യും എന്ന് പഠനത്തിൽ കണ്ടിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പ്രമേഹ രോഗം നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിന് സഹായിക്കും. നിങ്ങൾക്ക് പ്രമേഹത്തിൻ്റെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ, നിങ്ങൾ പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേജിനെ കുറച്ചുകൂടി കൺട്രോളിൽ കൊണ്ടുവന്ന് ഇത് പ്രമേഹ രോഗത്തിലേക്ക് പോകാതെ തടുക്കുന്നതിന് നമുക്ക് വാട്ടർ ഫാസ്റ്റിങ്ങിന് കഴിവുണ്ട്. മാത്രമല്ല, ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ കണ്ടിട്ടുള്ളത്, നിങ്ങൾ 24 മണിക്കൂർ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരഭാരം 900 ഗ്രാം കുറയും. കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മുടെ ശരീരത്തിലുള്ള ഈ മെറ്റബോളിസം നമ്മുടെ ഉള്ളിലേക്ക് ഊർജ്ജം എത്തുന്നില്ല. രണ്ടാമത്തത്, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടുന്നു. ഇതുകൊണ്ട് നമുക്ക് 24 മണിക്കൂർ കൊണ്ട് 900 ഗ്രാം നമുക്ക് ഈ വാട്ടർ ഫാസ്റ്റിങ്ങിലൂടെ കുറയും. മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ ലെപ്റ്റിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുമെന്ന് കണ്ടിട്ടുണ്ട്. ഈ ലെപ്റ്റിൻ, ഗ്രലിൻ എന്നീ 2 എൻസൈമുകളാണ് നമ്മൾക്ക് വിശപ്പ് ഉണ്ടാകുക എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നതിനും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ മതി എന്ന തോന്നൽ ഉണ്ടാക്കുന്നതും. പലപ്പോഴും പ്രമേഹ രോഗികൾക്ക്, അമിതവണ്ണമുള്ളവർക്ക് എല്ലാം തന്നെ ഈ ലെപ്റ്റിൻ ഹോർമോൺ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല. ലെപ്റ്റിൻ റെസിസ്റ്റൻസ് എന്നാണ് ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേര്. ഇതുകൊണ്ട് എന്താ സംഭവിക്കുക, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ് നിറഞ്ഞു എന്നൊരു തോന്നൽ വരത്തില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കും, വണ്ണം കൂടും, പ്രമേഹ രോഗം വർദ്ധിക്കും. ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വാട്ടർ ഫാസ്റ്റിങ്ങിന് കഴിവുണ്ട്. നിങ്ങൾക്ക് ലെപ്റ്റിൻ സെൻസിറ്റിവിറ്റി വർദ്ധിക്കുകയും ഭക്ഷണം കുറച്ച് കഴിച്ചാൽ തന്നെ വയറ് നിറഞ്ഞു എന്നൊരു ഫീല് കൊണ്ടുവരുന്നതിന് സഹായിക്കുകയും ചെയ്യും. ഇനി അടുത്ത ഗുണം എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് കുറയ്ക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, നമ്മളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നങ്ങൾ, നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഈ അന്തരീക്ഷ മലിനീകരണം, അമിതമായിട്ടുള്ള സ്ട്രെസ്സ്, ലൈഫ് സ്റ്റൈലിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം തന്നെ ശരീരത്തിലെ കോശങ്ങൾക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ക്രമേണ നമുക്ക് ഈ പലതരത്തിലുള്ള ക്രോണിക് രോഗങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങളിലേക്ക്, ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ചെന്നെത്തുന്നത്. ഇത്തരത്തിലുള്ള ഇൻഫ്ലമേഷനുകളെ നിയന്ത്രിക്കുന്നതിന് ഈ വാട്ടർ ഫാസ്റ്റിങ്ങിന് കഴിവുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. വിവിധ രാജ്യങ്ങൾ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നമ്മൾ തുടർച്ചയായിട്ട്, അതായത് 21 ദിവസം കൂടുമ്പോൾ എടുക്കുന്ന 24 മണിക്കൂറിൻ്റെ വാട്ടർ ഫാസ്റ്റിങ് ഒരു 6 മാസം തുടർച്ചയായിട്ട് ചെയ്താൽ നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിൽ ക്രോണിക് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഇൻഫ്ലമേഷനുകളെ നമുക്ക് 30 മുതൽ 40% വരെ കുറയ്ക്കാൻ സാധിക്കും എന്ന് പഠനത്തിൽ കണ്ടെത്തിയിട്ടുള്ളതാണ്. ഞാനിവിടെ വിശദീകരിച്ചതൊക്കെയാണ് നമുക്ക് ഈ വാട്ടർ ഫാസ്റ്റിങ്ങിൻ്റെ ഗുണങ്ങൾ. ഇനി ആർക്കൊക്കെ ഈ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യാൻ സാധിക്കുമെന്ന് വിശദീകരിക്കാം. നമുക്ക് ഒരു 20 മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ള ആരോഗ്യമുള്ള ഒരാൾക്ക്, വലിയ രോഗങ്ങളില്ലാത്തവർക്ക് 21 ദിവസം കൂടുമ്പോൾ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യാം. അത് ആരോഗ്യകരമാണ്. എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗമുണ്ട്, നിങ്ങളതിന് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യാൻ പാടുള്ളൂ. ഇനി 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇവരുടെ ശരീരത്തിൽ കൂടുതൽ ഊർജ്ജം ആവശ്യമാണ്. അതിവേഗം ആക്ടിവിറ്റിയുള്ള, കൂടുതൽ പഠിക്കുന്ന, ബ്രെയിനിന് വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ സ്റ്റോർഡ് ഫാറ്റ്, ശരീരത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കൊഴുപ്പിൻ്റെ അളവിനും ഗ്ലൈക്കോജൻ്റെ അളവിനും വ്യത്യാസമുള്ളത് കൊണ്ട് ഒരുപക്ഷെ അവർക്ക് ഈ വാട്ടർ ഫാസ്റ്റിംഗ് ഗുണം ചെയ്യില്ല. അതുകൊണ്ടാണ് 18 വയസ്സിന് മുകളിലുള്ളവർ ചെയ്താൽ മതി എന്ന് പറയുന്നത്. അതേപോലെ ഗർഭിണികൾ കഴിയുന്നത്ര വാട്ടർ ഫാസ്റ്റിംഗ് ഒഴിവാക്കണം. കാരണം അവരുടെ കുഞ്ഞിൻ്റെ ഡെയിലിയുള്ള വളർച്ചയ്ക്ക് ഊർജം ശരീരത്തിലേക്ക് എത്തേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഗർഭിണികൾ ചെയ്യാൻ പാടില്ല. മുല കൊടുക്കുന്ന അമ്മമാർ, ലാക്ടേറ്റിംഗ് മദേഴ്സ് ഈ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യരുത്. കാരണം അവർ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള വൈറ്റമിൻസും ന്യൂട്രിയൻസുമാണ് കുട്ടിക്ക് കിട്ടുന്നത്. ഒരു ദിവസം കുട്ടിയുടെ ശരീരത്തിലേക്ക് ന്യൂട്രിയൻസ് എത്തിയില്ലെങ്കിൽ കുട്ടിയുടെ വെയിറ്റ് പെട്ടെന്ന് കുറഞ്ഞു പോകും. കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെ അത് സാരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഈ മുല കൊടുക്കുന്ന അമ്മമാരും ചെയ്യാൻ പാടില്ല. അതേപോലെ 45 വയസ്സിന് മുകളിലുള്ളവർ ഏതെങ്കിലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ രക്തപരിശോധനകൾ നടത്തിയതിന് ശേഷം മാത്രമേ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ കടുത്ത
ജോലി ചെയ്യുന്ന ആൾക്കാർ, ഉദാഹരണത്തിന് ഇപ്പോൾ ദിവസവും വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന, വെയിൽ കൊണ്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ വാട്ടർ ഫാസ്റ്റിംഗ് മാത്രം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അവരും വാട്ടർ ഫാസ്റ്റിംഗ് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഈ വാട്ടർ ഫാസ്റ്റിങ്ങിൻ്റെ സൈഡ് എഫക്റ്റുകൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. നിങ്ങൾക്ക് ഗൗട്ടിൻ്റെ ടെൻഡൻസി ഉണ്ടെങ്കിൽ, അതായത് ചിലവർക്കറിയാം യൂറിക് ആസിഡ് രക്തത്തിൽ കൂടി നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ജോയിൻറ്റുകളിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ആ ജോയിൻറ്റിന് നീർക്കെട്ടും വേദനയും വരുന്നവരാണെങ്കിൽ നിങ്ങൾ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഗൗട്ട് അറ്റാക്ക് ഇടയ്ക്ക് വരാനുള്ള, പിടിപെടാനുള്ള സാധ്യത ഹൈ ആണ്. ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തത്, നിങ്ങൾ പ്രമേഹ രോഗിയാണ്, ഇൻസുലിൻ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിലോ ഗുളിക കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിലോ ഒരിക്കലും നിങ്ങൾ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യരുത്. ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ഡോസ്, ഇൻസുലിൻ്റെ ആണെങ്കിലും മരുന്നിൻ്റെയും ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ കറങ്ങി വീഴാനുള്ള സാധ്യത ഹൈ ആണ്. ഇനി മറ്റൊന്ന്, നിങ്ങൾ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് ലവണങ്ങൾ എത്താതെ വെറും വെള്ളം മാത്രമാണ് കുടിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് സോഡിയം പൊട്ടാസ്യം പോലുള്ള ലവണങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ, പെട്ടെന്ന് സോഡിയം കുറഞ്ഞു പോകാനോ തലകറക്കം വരാനോ ശരീരത്തിലെ ജോയിൻറ്റ് പെയിൻ വരാനോ ഉള്ള സാധ്യത വാട്ടർ ഫാസ്റ്റിങ്ങിനുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സോഡിയം പൊട്ടാസ്യം എല്ലാം നോർമലാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് ചെയ്യാൻ പാടുള്ളൂ. മറ്റൊന്ന്, വൃക്ക രോഗികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വൃക്കകൾ ശുദ്ധമാകട്ടെ എന്ന് വെച്ചിട്ട് നിങ്ങൾ വെള്ളം കൂടുതൽ കുടിച്ച് ഒരുപക്ഷെ നിങ്ങളുടെ ശരീരത്തിലെ സോഡിയം മെറ്റബോളിസം പ്രശ്നം വരാനോ ശരീരത്തിൽ ഫ്ലൂയിഡ് കൂടുതൽ കെട്ടിനിൽക്കാനോ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വൃക്ക രോഗികളൊന്നും തന്നെ ഇത്തരത്തിൽ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ വാട്ടർ ഫാസ്റ്റിംഗ് ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഗ്യാസ്ട്രിക് അൾസർ ഉള്ളവർ, വയറിന് പ്രശ്നമുള്ളവർ, ദഹനക്കേടുള്ളവർ ഒരുപക്ഷെ തുടർച്ചയായിട്ട് വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ ഇത് വയറിന് കംപ്ലൈൻറ്റ് വരാനോ അൾസർ വർദ്ധിക്കാനോ തുടർച്ചയായിട്ട് വയറുവേദനയോ ദഹനക്കേട് വർദ്ധിക്കാനോ എല്ലാം കാരണമാകും. ഈ പറഞ്ഞവയാണ് നമുക്ക് ഈ വാട്ടർ ഫാസ്റ്റിങ്ങിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ടുള്ളത്. അതുകൊണ്ട് വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ്, യൂട്യൂബോ മറ്റോ നോക്കി ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഗുണങ്ങളും ചെയ്യേണ്ട ഈ പറഞ്ഞ രീതികളും സൈഡ് എഫക്റ്റുകളും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ നിങ്ങളെല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഡെഫിനറ്റ്ലി ഒരുപാട് പേർക്ക്, പ്രത്യേകിച്ച് ഇവയ്ക്ക് ഗുണം ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ഇപ്പോൾ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ഡെഫിനറ്റ്ലി ഈ ഇൻഫർമേഷൻ ഉപകാരപ്പെടും. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.